Radio Library. Radio Library with RJ Radish. ലോകപ്രശസ്തരായിട്ടുള്ള പലരും പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അവർ കുറിച്ചിട്ടുള്ള ചില സന്ദേശങ്ങൾ അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രചോദനമാകാറുണ്ട്. അതുപോലെ നമുക്ക് ചുറ്റും പ്രചോദനമാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മൾ കാണാതെ പോകുന്ന ചില കാര്യങ്ങൾ. ആ കാര്യങ്ങളെയൊക്കെ കോർത്തിണക്കി ഒരു പുസ്തകത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സാമൂഹിക പ്രവർത്തകയും എഴുത്തുകാരിയുമായിട്ടുള്ള ഹുമൈറ അബ്ദുൽ വാഹിദ. സദ്ചിന്തയിലൂടെ ആരോഗ്യം, ഇതാണ് പുസ്തകത്തിന്റെ ടൈറ്റിൽ. റേഡിയോ മലയാളം 98.6 ഇത് റേഡിയോ ലൈബ്രറി. നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ്. ഹുമൈറ അബ്ദുൽ വാഹിദ് നമ്മളുടെ കൂടെ എത്തിയിട്ടുണ്ട് റേഡിയോ ലൈബ്രറിയിൽ. നമസ്കാരം, റേഡിയോ ലൈബ്രറിയിലേക്ക് സ്വാഗതം. നമസ്കാരം, വളരെ സന്തോഷം രതീഷ്. ഇതൊരു കഥയെന്ന നോവൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ പുസ്തകത്തിലേക്ക് വരുന്ന സമയത്ത് ഓരോ പേജിലും കുറേയധികം സന്ദേശങ്ങൾ നമുക്ക് കാണാൻ പറ്റും. സദ്ചിന്തയിലൂടെ ആരോഗ്യം എന്ന് കേൾക്കുമ്പോൾ തന്നെ ശുഭചിന്തകൾ നിറയുന്നു. എന്റെ ഈ പുസ്തകത്തിന്റെ ടൈറ്റിൽ പോലെ തന്നെ ദിനേനയുള്ള ശുഭചിന്തകൾ കോർത്തിണക്കി ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ എളുപ്പത്തിൽ മനസ്സിലാവുന്ന രൂപത്തിൽ ക്രമീകരിച്ചതാണ്. ഇതിൽ ചിന്തയുണ്ട്, കേൾവിയുണ്ട്, സംസാരമുണ്ട്, നോട്ടമുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സദ്ചിന്തകൾ എപ്പോഴും നമുക്ക് ആത്മവിശ്വാസവും മനസ്സിന് സംതൃപ്തിയും തരുന്നു. മനസ്സിനെ നന്മകൾ കൊണ്ട് നിറക്കുമ്പോൾ, അല്ലെ നല്ല ചിന്തകൾ കൊണ്ട് നിറക്കുമ്പോൾ വ്യക്തികൾക്കോ സാഹചര്യങ്ങൾക്കോ മനസ്സിനെ മലിനപ്പെടുത്താൻ സാധ്യമല്ല. അത് തന്നെയാണ് ഈ പുസ്തകത്തിലൂടെ വായനക്കാരിലേക്ക് ഞാൻ എത്തിക്കുന്ന ഒരു സന്ദേശം. ഈ പുസ്തകം എത്തി ഒരുപാട് പേരിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ആദ്യ പേജ് തുറക്കുമ്പോൾ തന്നെ നിരവധി പേരുടെ ആശംസകൾ നമുക്ക് കാണാൻ പറ്റും. എന്നെ പരിചയമുള്ള ഖത്തറിലുള്ള പല പ്രമുഖ വ്യക്തികളും എനിക്ക് ആശംസകൾ അറിയിച്ചിരുന്നു. ഇവിടെ തന്നെയായിരുന്നു പുസ്തകത്തിന്റെ ലോഞ്ച്. പക്ഷേ ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്റെ ഗുരുനാഥനായ എളേറ്റിലുള്ള കാരാട്ട് ഖാദർ മാസ്റ്ററുടെ ആശംസയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, പ്രശ്നകലുഷിതമായ കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. കേൾക്കുന്ന വാർത്തകളെല്ലാം മനസ്സിൽ അസ്വസ്ഥങ്ങൾ സൃഷ്ടിക്കുന്നവയാണ്. എന്നിരുന്നാലും വേണ്ടുവോളം നന്മകൾ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ മറിഞ്ഞിരിപ്പുണ്ട്. അവ കണ്ടുപിടിച്ച് പ്രവൃത്തി പദത്തിലെത്തിക്കുകയാണ് സാംസ്കാരിക മനസ്സുകളുടെ പ്രഥമ കർത്തവ്യം. അദ്ദേഹത്തിന്റെ ശിഷ്യ എന്ന നിലയിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവിധ ആശംസകളും അദ്ദേഹം എനിക്ക് അറിയിച്ചിരുന്നു. അപ്പൊ ഈ പുസ്തകത്തിലെ നിരവധി സന്ദേശങ്ങളുണ്ട്. നമുക്ക് ആ സന്ദേശങ്ങളിലേക്ക് വരുന്നതിനൊപ്പം തന്നെ ഒരു ലേഖനത്തിന്റെ കാര്യമാണ് എടുത്തു പറയേണ്ടത്. ആ ലേഖനത്തിൽ ഒരു പൂച്ചയുടെയും മുരിങ്ങയുടെയും കഥ പറയുന്നുണ്ട്. അതിലേക്ക് വരാം. അതെ, കോവിഡ് കാലഘട്ടത്തിൽ മുരിങ്ങമരവും ഭൂമിയുടെ അവകാശികളും എന്ന ടൈറ്റിലിൽ മാധ്യമ ദിനപത്രത്തിൽ എന്റെ ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് പേര് എനിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചിരുന്നു. അതിങ്ങനെയാണ്: കോവിഡ് കാലത്ത് അടുക്കളത്തോട്ടത്തിലേക്കുള്ള നെട്ടോട്ടം അല്പം കൂടുതലാണ്. ഒരു സുഹൃത്ത് നൽകിയ മുരിങ്ങമരത്തിന്റെ കമ്പ് വീടിന്റെ അടുക്കള ഭാഗത്തെ പച്ചക്കറി സ്ഥലത്ത് നട്ടിരുന്നു. മാസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം അത്യാവശ്യം പൊക്കവും തടിയുമുള്ള മരമായി അത് മാറിക്കഴിഞ്ഞു. രാവിലെ സൂര്യനുദിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിലൂടെ ജനൽപ്പാളികളിലൂടെ നല്ല പച്ചിലകളോട് കൂടിയ മുരിങ്ങയെ കാണാൻ നല്ല ഭംഗിയാണ്. ഈ മരുഭൂമിയിൽ അതൊരു വേറിട്ട കാഴ്ചയായി അനുഭവപ്പെടുന്നു. അടുക്കള ജോലിക്കിടയിൽ ജനാലക്കിടയിലൂടെ അവളെ നോക്കുന്നത് മനസ്സിന് കൂടുതൽ സന്തോഷം നൽകുന്നു. അങ്ങോട്ടിങ്ങോട്ടും എന്തൊക്കെയോ സംസാരിച്ച് കുറെ പക്ഷികൾ വരുന്നതും പതിവ് കാഴ്ചയായി. കൂടാതെ അതിന്റെ ഉച്ചിയിൽ രാജാവും രാജ്ഞിയും പ്രജകളും പോലെ എവിടെ നിന്നോ വന്ന കുറെ തേനീച്ചകളും കൂടുകൂട്ടി താമസം തുടങ്ങി. ഇതിനൊക്കെ പുറമെ പ്രസവിച്ച് ഏറിയെന്നും ആവുന്നതിനു മുമ്പേ അമ്മ മരിച്ച അനാഥരായ 2 പൂച്ചക്കുഞ്ഞുങ്ങൾ കൂടി മരത്തിനടിയിൽ താമസമാക്കി. അവിടുത്തെ താമസക്കാർ കൂടിയതോടെ കൗതുക കാഴ്ചകളും ചന്തമേറെ. അവറ്റകൾക്ക് ഞങ്ങൾ ബാക്കി വരുന്ന ഭക്ഷണം കൊടുക്കും. അതിനാൽ തന്നെ മറ്റിടങ്ങളിൽ ഭക്ഷണത്തിനായി അവർക്ക് അലയേണ്ടി വരുന്നില്ല. നാളുകൾക്ക് ശേഷവും ഈ കാഴ്ച തുറന്നു. ആയിടക്ക് ചില പക്ഷികളും മരത്തിന് മുകളിൽ കൂട് സ്ഥാപിച്ചു. അതുവരെ മിണ്ടാതിരുന്ന പൂച്ച പതിയെ പതിയെ മരത്തിൽ കയറാൻ തുടങ്ങി. നിത്യാഭ്യാസി ആനയെ എടുക്കുമെന്നാണല്ലോ ചൊല്ല്. അവസാനം മരം കയറൽ ഒരു നിസ്സാരമായ കാര്യമാണെന്ന് അവൻ തെളിയിച്ചു. മരത്തിന് മുകളിലെത്തിയാൽ അവിടെ നിന്നൊരു നോട്ടമുണ്ട്. വിജയശ്രീലാളിതനായി എവറസ്റ്റ് കീഴടക്കിയതുപോലെ. ഏറെ താമസിയാതെ അവൻ ലക്ഷ്യം നിറവേറ്റി 2 പക്ഷികളെ അകത്താക്കി. തേനീച്ചക്കൂടിനടുത്തേക്ക് പോകരുതെന്ന് കാരണവന്മാർ അവനോടെപ്പോഴോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവണം. അതിനടുത്തേക്ക് പോയതേയില്ല ആശാൻ. വീണ്ടും നാളുകൾ കുറെ കഴിഞ്ഞു. മുരിങ്ങമരം ഇപ്പോൾ പൂത്തു. പക്ഷികൾ രാവിലെ വരും. കലപില ശബ്ദമുണ്ടാക്കി ഞങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റും. ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഈ കഥയിൽ ധാരാളം കാര്യങ്ങൾ നമ്മെ പ്രചോദിപ്പിക്കുന്നുണ്ട്. ഒരു മരം നടുന്നതിലൂടെ ധാരാളം അവകാശികൾ മരത്തിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു എന്നതാണ്. ഓരോ മുഖവും സംരക്ഷിക്കാനുള്ളതാണ്. അത് നമ്മുടെ അഭിമാനമാണ്. കണ്ണാടിയിൽ ചെറിയൊരു പൊടി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ നമ്മുടെ തെറ്റുകൾ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവും. മനസ്സിലുള്ള എല്ലാ വികാരങ്ങളും മുഖത്തിലൂടെ പ്രകടമാവാൻ സാധിക്കും. എപ്പോഴും പുഞ്ചിരിയോടെ നിൽക്കുക, അത് തന്നെയാണ് മുഖത്തിന്റെ സൗന്ദര്യം. മറ്റൊന്ന്, മഴയും പുഴയും വെള്ളത്തിന്റെ കാഠിന്യം അനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യും. അങ്ങനെ തന്നെയാണ് ജീവിത വിഭവങ്ങളും. ഇഷ്ടപ്പെട്ടവർ നമ്മോടൊപ്പം സഞ്ചരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുമ്പോൾ മഴയും പുഴയും
അതിൻ്റെ കാഠിന്യമനുസരിച്ച് അതിൻ്റെ വ്യാപ്തി കൂടുകയും കുറയുകയും ചെയ്യും. അതൊരു പ്രളയമാവാം, അല്ലെങ്കിൽ വരണ്ട കാലാവസ്ഥയാവാം. നമുക്ക് ദൈവം നൽകുന്ന വിഭവങ്ങളും അതുപോലെ തന്നെയാണ് ഏറിയും കുറഞ്ഞിരിക്കും. എന്നാൽ നാം മരണത്തിലേക്ക് വഴുതുമ്പോൾ നമ്മെ ഇഷ്ടപ്പെട്ടവർ നമ്മോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങളെ അനുഗമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു സുഹൃത്തിനെ ലഭിക്കണമെങ്കിൽ നിങ്ങൾ നല്ലൊരു സുഹൃത്താകുക. ദൈവത്തിന് നന്ദി ചെയ്ത് സ്വയം ബഹുമാനം കൊടുക്കുക. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കും. ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുമ്പോഴാണ് മറ്റുള്ളവരും നമ്മെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കാത്ത കാലത്തോളം മറ്റുള്ളവർക്കും എന്നെ സ്നേഹിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് എപ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കുക, നല്ല സൗഹൃദം ഉണ്ടാക്കുക. നല്ല സൗഹൃദമാണല്ലോ നമ്മുടെ ജീവിതത്തിലുള്ള താളം എന്ന് പറയുന്നത്. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നാണല്ലോ. പലതരത്തിലുള്ള കോട്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മറ്റു പ്രശസ്തരായിട്ടുള്ള കോട്സുകളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. നമുക്ക് ചുറ്റും കണ്ട കുറേയധികം കാര്യങ്ങൾ ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോരുത്തർക്കും അത് വായിക്കുമ്പോൾ പല രീതിയിലുള്ള ആശയങ്ങളായിരിക്കും കിട്ടുന്നുണ്ടാവും. അതെ രതീഷ്, ഓരോരുത്തർക്കും ഓരോ ആശയമാണ് തോന്നുക. പക്ഷെ കോമൺ ആയിട്ട് നമ്മുടെ ജീവിതം തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള ഒരു വലിയൊരു തുറന്ന പുസ്തകം എന്ന് പറയുന്നത്. പ്രണയം ഒരാളെ ജീവിപ്പിക്കും, പ്രണയം ഒരാളെ മരിപ്പിക്കും. എന്നാൽ എപ്പോഴും ജീവനുള്ളത് പരസ്പരം സ്നേഹം മാത്രമാണ്. ആ ഒരു വ്യത്യസ്തതയുള്ള സ്നേഹവും പ്രണയവും. എന്തിനോടെങ്കിലും പ്രണയം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതം സന്തോഷകരമായി തോന്നുക. പലതരത്തിലുള്ള പ്രണയങ്ങളുണ്ട്. നമ്മുടെ ഉള്ളിലെ കഴിവിനെ പ്രണയിക്കാം, ദൈവത്തെ പ്രണയിക്കാം. എന്നാൽ ചില പ്രണയങ്ങൾ ദുരന്തത്തിലേക്ക് ചെന്നെത്താറുണ്ട്. അതിനാൽ എപ്പോഴും നിലനിൽക്കുന്നത് പരസ്പരമുള്ള നല്ല സ്നേഹമാണ്, നല്ല സ്നേഹബന്ധങ്ങളാണ്. അതുപോലെ സിനിമ നല്ലതും മോശവുമായ സംസ്കാരം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിനെ പിന്തുണയ്ക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്. എന്നാൽ യഥാർത്ഥ സംസ്കാരവും യഥാർത്ഥ സങ്കടവും ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുന്നവനെയാണ് നാം പിന്തുണയ്ക്കേണ്ടത്. നല്ല സിനിമകൾ വരണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു നല്ലൊരു സമൂഹം വാർത്തെടുക്കാൻ സിനിമ കൊണ്ട് സാധിക്കുകയും ചെയ്യും. പക്ഷെ സിനിമ, നമ്മൾ കാണുന്ന സിനിമകളൊക്കെ അങ്ങനെയുള്ളതാണോ? ഒന്നുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. സിനിമകളെ വിനോദോപാധിയായിട്ട് തന്നെ കാണുക, അതുപോലെ അനുകരിക്കരുത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സിനിമ പോലെ ആവില്ല നമ്മുടെ റിയൽ ലൈഫിൽ വരുന്ന കാര്യങ്ങൾ. ഇങ്ങനെയുള്ള കുറേയധികം കോട്സുകൾ കോർത്തിണക്കിയിട്ടുള്ളൊരു പുസ്തകമാണ് സത്ചിന്തയിലൂടെ ആരോഗ്യം. അപ്പോൾ ഇത്തരം ചിന്തകളിലൂടെ നമുക്ക് നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ പറ്റുമെന്നുള്ളത് തന്നെയാണ്. എല്ലാറ്റിനും പോസിറ്റീവായിട്ട് കാണുക എന്നതാണ് നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാകാനുള്ള ഏറ്റവും നല്ലൊരു വഴി. ആരോഗ്യമാണല്ലോ നമ്മുടെ സമ്പത്ത്, അതൊരു കിരീടം കൂടിയാണ്. ആരോഗ്യം നിലനിർത്താൻ മെന്റൽ ഹെൽത്ത് പരമപ്രധാനമാണ്. അതിന് മനസ്സിന് സന്തോഷം കിട്ടുന്ന നമുക്ക് കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. ചിലർക്കർക്ക് പാട്ട് കേൾക്കുന്നതായിരിക്കാം, ചിലർക്കർക്ക് വേറെന്തെങ്കിലും കഴിവായിരിക്കാം. എന്താ ആയോട്ടെ, അത് നമ്മൾ പരിശീലിച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മാനസിക ഉല്ലാസം ഉണ്ടാകുന്നു. പിന്നെ എപ്പോഴും മുഖപ്രസന്നതയോടെ പുഞ്ചിരിയോടെ നിൽക്കുമ്പോൾ തന്നെ നമുക്കും പോസിറ്റീവ് എനർജി കിട്ടുന്നു, അതേപോലെ മറ്റുള്ളവർക്കും അതിന്റെ വൈബ് ലഭിക്കുന്നു. പിന്നെ ഭക്ഷണം, ഇഷ്ടംപോലെ ഭക്ഷണ സ്റ്റാളുകളുണ്ട്. പക്ഷെ ഏത് കഴിക്കണം എന്നത് നമ്മൾ തന്നെ തീരുമാനിക്കേണ്ടതാണ്. അതേപോലെ വ്യായാമം, അത് നിത്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിൽ പ്രാർത്ഥന വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. പ്രാർത്ഥനയും കൂടി ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ലൊരു ആരോഗ്യം ഉണ്ടാവുക. അങ്ങനെ ഈ പുസ്തകത്തിൽ ചെറിയ ഉപദേശങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കുറെ നിർദ്ദേശങ്ങൾ നമുക്ക് ചുറ്റിലുമുള്ള കാര്യങ്ങളിലൂടെ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു തരുന്ന പുസ്തകമാണ് സത്ചിന്തയിലൂടെ ആരോഗ്യം. എന്തായാലും ഒരുപാട് നന്ദി ഈ ഒരു പുസ്തകം പരിചയപ്പെടുത്താനായിട്ട് ഇന്ന് ഞങ്ങളുടെ കൂടെ റേഡിയോ ലൈബ്രറിയിൽ എത്തിയതിൽ. ഞാൻ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് ഈ ഒരു പുസ്തകത്തിന്. കൂടുതൽ പേരിലേക്ക് ഈ ഒരു പുസ്തകം എത്തിച്ചേരട്ടെ. എനിക്ക് ഈ അവസരം ഒരുക്കി തന്ന റേഡിയോ മലയാളത്തിന് എന്റെ കൃതജ്ഞതയും സ്നേഹവും അറിയിക്കുന്നു. ഇതൊരു കൈപുസ്തകമായി മാറട്ടെ. താങ്ക് യു രതീഷ്, താങ്ക് യു റേഡിയോ മലയാളം. ഹുമൈറ അബ്ദുൽ വാഹിദാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. സത്ചിന്തയിലൂടെ ആരോഗ്യം. അപ്പോൾ നിങ്ങളും ഈ ഒരു പുസ്തകം വായിക്കുക എന്നുള്ള കാര്യം തന്നെയാണ് എനിക്കും എടുത്ത് പറയാനുള്ളത്. അപ്പോൾ ഈ ആഴ്ചയിലെ റേഡിയോ ലൈബ്രറി അങ്ങനെ പൂട്ടേണ്ട സമയമായി. അടുത്ത ആഴ്ച മറ്റൊരു അതിഥി മറ്റൊരു പുസ്തകമായിട്ട് എത്തിച്ചേരാം. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കൂ കത്തേഴ്സ് ഓൺ റേഡിയോ സ്റ്റേഷൻ, റേഡിയോ മലയാളം 98.6 FM.